ദിവ്യപ്രഭയുടെ ഒരു പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടി ഇപ്പൊ വന്നിട്ട് ഓൾ വി ഇമാജിൻ ഈസ് ലൈറ്റ് അതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്, ഫാമിലി പറഞ്ഞ സിനിമയെ പറ്റിയിട്ടാണ്. ആദ്യമായിട്ടാണ് ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവാതിരിക്കുന്നത്. ഇതെന്താ ഞാൻ വല്ല മറാത്തി സിനിമ കണ്ട പോലെയാണ് എനിക്ക് ഫീൽ ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ ഞാൻ കടന്ന് ഉറങ്ങും, അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് ഉറക്കവും വരുന്നില്ല. സോ ഈ സിനിമയിൽ നമ്മുടെ വിനയ് ഫോർട്ടാണ് മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ആളൊരു കുന്നിന്റെ മണ്ടയ്ക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് കിസ് അടിക്കുന്ന 1-2 സീനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഏതോ പയ്യനെ അങ്ങോട്ട് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. പിന്നെ വേറെ ആരെ കൂട്ടിയിട്ട് പോകുന്നത്. നമ്മളെന്താ PhD റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം അപ്പൊ ഗേ ആണോ ലെസ്ബിയൻ ആണോ അതോ ബൈസെക്ഷൽ ആണോ എന്നൊക്കെ അറിയാൻ ചോദിക്കുകയാണ്. നമ്മുടെ പണി അതാണോ? സോ ഈ കാക്ക ഇങ്ങനെ കിടന്ന് പറന്നു കഴിഞ്ഞ ഡയറക്ടർ ബ്രില്യൻസ്, മലന്ന് കടന്നു കഴിഞ്ഞ ഡയറക്ടർ ബ്രില്യൻസ് പറയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അവർക്കൊക്കെ ബേസിക്കലി ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അവർക്ക് കോഡ് ചെയ്യാനും ഡീകോഡ് ചെയ്യാനും ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ബേസിക്കലി എനിക്ക് 2 മണിക്കൂറിന്റെ ഒരു എന്തോ പോലത്തെ ഒരു പടമായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ പടം എടുക്കുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പടം എടുക്കുക. അങ്ങനെ പടം എടുക്കാനാണ് ബുദ്ധിമുട്ട്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് അതാണ് ഉദ്ദേശിച്ച് പറയാൻ ആരെ കൊണ്ടും പറ്റാൻ എനി വൺ ക്യാൻ ഡു ദാറ്റ്. ഈ സിനിമയുടെ അവസാനം ഒരുത്ത മഴ എങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പടം കഴിഞ്ഞു. എന്താണ് ഗ്ലോബൽ വാർമിംഗ് കാരണം പെയ്യുന്ന മഴയാണ് നമ്മൾ ഉദ്ദേശിച്ചെടുക്കണോ? അത് ആസിഡ് റെയിൻ ആണ് പെയ്യുന്നതോ അതോ മഞ്ഞ് മര ഉരുകിയിട്ട് വീണതാണ് നമ്മൾ ഊഹിച്ചെടുക്കണോ? അല്ലെ എനിക്ക് അറിയാണ്ട് ചോദിക്കുകയാണ്. സോ ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ദ മൂവി ഈസ് അവൈലബിൾ ഓൺ മനോരമ മാക്സ്. സമയം കിട്ടുകയാണെന്ന് വെച്ചാൽ കണ്ടു നോക്കുക. ബേസിൽ ജോസഫിന്റെ നൊണക്കുഴി പറഞ്ഞ സിനിമ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. അതേ പ്ലോട്ടിൽ ഇറങ്ങിയ രാജ്കുമാർ റാവുവിന്റെ ഒരു പടമാണ് വിക്കി ഓർ വിദ്യക്ക ഓ വാല വീഡിയോ. അതിൽ ആ ഓ വാല വീഡിയോ പറയുന്ന ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മറ്റേ വീഡിയോ തന്നെയാണ്. ഇതിൽ നമ്മുടെ നായകനും നായികയും കൂടി ഫസ്റ്റ് നൈറ്റ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നീട് കണ്ട് കോൾ മൈര് കൊള്ളാൻ വേണ്ടിയിട്ട് ആ CD പ്ലെയറും CDയും കള്ളൻ അടിച്ചിട്ട് പോകുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മൾ രാജ്കുമാർ റാവു എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി സ്റ്റഫാണ്. അല്ലാതെ ഇങ്ങനത്തെ പോലത്തെ കോമാളിത്തരങ്ങളല്ല. കോമഡി പടം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കോമാളിത്തരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഒരു കോമാളിക്കൂട്ടത്തിന്റെ ഗതന കഥ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. രാജ്കുമാർ റാവു ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. പിന്നെ നമ്മുടെ നായിക തൃപ്തി ടിംബ്രിയാണ്. അനിമലിന് ശേഷം ആ കൊച്ചു വന്നിട്ട് പ്രിയങ്ക മോഹന്റെ രശ്മിക മന്ദാന്റെ മകളെ പോലെയാണ് കാണിക്കുന്നത്. ക്രിഞ്ച് പറഞ്ഞ ഫസ്റ്റ് ക്ലാസ് ലെവൽ ക്രിഞ്ച്. ഓരോ എക്സ്പ്രഷൻ ഒന്നും കണ്ടിരിക്കാൻ പോലും തോന്നില്ല. ഇവൻ നൊണക്കുഴി വരെ എനിക്കൊരു വേസ്റ്റ് പടമായിട്ടാണ് തോന്നുന്നത്. അതിലും വേസ്റ്റ് ആയിട്ടൊരു സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ പടം അവൈലബിൾ ആണ്. ഇതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. സോ ഇഫ് യു ഹാവ് ടൈം ട്രൈ ഇറ്റ് ഔട്ട്. മൂവി ഈസ് അവൈലബിൾ ഓൺ നെറ്റ്ഫ്ലിക്സ്. ധ്രുവങ്ങൾ 16 സിനിമയുടെ ഡയറക്ടറില്ലേ കാർത്തിക് നാരായൺ, ആളുടെ ഒരു പടം റിലീസ് ആയിട്ട് നിറങ്ങൾ 3. സോ ഇത് നല്ലൊരു സിനിമയായിട്ട് നമുക്ക് ലിറ്ററലി കാർത്തിക് നാരായൺ ഈസ് ബാക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പടമാണ്. ഇങ്ങനെ മാരൻ പറഞ്ഞ സിനിമ ഭയങ്കര ഷോക്കായിട്ട് അതിന് ശേഷം ഇറങ്ങിയ നല്ലൊരു പടമാണ്. എനിക്ക് ഇങ്ങനെ പടമൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. സോ അത് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ധ്രുവങ്ങൾ 16 പ്രതീക്ഷിക്കരുത്. ഇത് കോമഡി ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. അഥർവയാണ് ഈ സിനിമത്തെ ഷോ സ്റ്റീലർ എന്ന് വേണമെങ്കിൽ പറയാം. അഥർവ, ശരത് കുമാർ, റഹ്മാനൊക്കെ അഭിനയിച്ചിട്ടുള്ള പടമാണ്. ഈ അഥർവ വായല് സ്റ്റാമ്പ് വെച്ചിരിക്കുമ്പോഴും അതേപോലത്തെ കഞ്ചാവ് വലിക്കുമ്പോഴൊക്കെ ഒരു മ്യൂസിക് ഒക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളി തന്നെയായിരുന്നു. ഈ നോൺ ലീനിയർ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഹ്യൂമൻസിന്റെ ഡിഫറെന്റ് ഇമോഷൻസ് അവർ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഒക്കെ കാണിക്കുന്ന നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ബട്ട് ഡോണ്ട് എക്സ്പെക്ട് ധ്രുവങ്ങൾ 16 ആ ലെവലിലൊന്നും എത്താനുള്ള പടമില്ല. ക്ലൈമാക്സിൽ 1-2 ചെറിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. ഇമോഷണൽ ആണ്. ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ഇമോഷണൽ ആക്കും നമ്മളെ. റഹ്മാൻ ആയാലും ശരത് കുമാർ ആയാലും എല്ലാവരും നന്നായി തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം, ട്രൈ ഇറ്റ് ഔട്ട്. പ്രശാന്ത് നീലിന്റെ ഒരു പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടഡ് ബൈ പ്രശാന്ത് നീൽ അല്ല, സ്റ്റോറി ബൈ പ്രശാന്ത് നീൽ. ബഗീര എന്നാണ് സിനിമയുടെ പേര്. ഇതിൽ നമ്മുടെ ശ്രീമുരളി ഇല്ലേ, മൂപ്പരാണ് നായകനായിട്ട് അഭിനയിച്ചത്. എനിക്ക് ആളുടെ ഉഗ്രം ഭയങ്കര ഇഷ്ടമാണ്. സലാറിനെക്കാളും എനിക്ക് അതിന്റെ ഒറിജിനൽ വേർഷൻ ഉഗ്രം ഭയങ്കര ഇഷ്ടമാണ്. സോ അന്നോട്ടേ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടം. ആളുടെ പടം അടിപൊളി പടമായിട്ടാണ് നോക്കിയത്. സൂപ്പർ ഹീറോ മൂവിയാണ്. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ എനിക്ക് നല്ലൊരു സൂപ്പർ ഹീറോ മൂവി ആയിട്ടാണ് തോന്നിയത്. അതായത് ഒരു പോലീസ് വന്നിട്ട് വിജിലാൻറ്റി ആയി മാറുന്ന കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. ഇതിൽ ആളുടെ മറ്റേ ബൈക്ക് മോഡിഫൈ ചെയ്യുന്നത്, അതേപോലെ ബോംബ് ഉണ്ടാക്കുന്നതും മറ്റേ ഷോക്ക് അടിപ്പിക്കുന്ന സാധനം ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇതിൽ ആകെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിലത്തെ നായികയാണ്. രുക്മിണി വസന്തിന് എന്തിനാണ് ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ആളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് അറിയോ? നായകൻ വേണ്ടി നീ പോടി, നിന്നെ എനിക്ക് വേണ്ട പറഞ്ഞാൽ അയ്യോ ചേട്ടാ ഞാൻ ഉണ്ട് കൂടെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നമ്മൾ രുക്മിണി വസന്ത് ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. ദിസ് ഈസ് സംതിങ് ദാറ്റ് എവ്രി വൺ ക്യാൻ ഡു. അതിന് രുക്മിണി വസന്ത് വേണ്ട. ആള് സ്ട്രോങ് ആയിട്ട് സോളിഡ് ആയിട്ട് ക്യാരക്ടർ പെർഫോമൻസ് നടത്തും വിചാരിക്കും. ഇങ്ങനത്തെ പടങ്ങളിലാണ് അഭിനയിച്ചത്. നായകന്റെ ഷാഡോ ആയിട്ടുള്ള ഒരു നായിക. ശരിക്കും ഇതിൽ നായികയുടെ ആവശ്യമേ ഇല്ല. മ്യൂസിക് വർക്ക്സ് ഒക്കെ അടിപൊളിയാണ്. ഫൈറ്റ് സീൻസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടൊക്കെ പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കന്നഡ ഭാഷയിൽ മാത്രമാണോ അല്ല എല്ലാ ഭാഷയിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് സൂപ്പർ ഹീറോ മൂവി ഒക്കെ ഇഷ്ടമാണെന്ന് വെച്ചാൽ യു ക്യാൻ വാച്ച് ഇറ്റ്. ഇതിന്റെ പാർട്ട് 2 ഒക്കെ വരുന്നുണ്ട് പറയുന്നുണ്ട്. സോ ട്രൈ ഇറ്റ്. മമ്മൂട്ടിയുടെ ഫയർമാൻ പറഞ്ഞ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതേപോലെ ബോളിവുഡിൽ നിന്ന് ഇറങ്ങിയ ഒരു പടമാണ് അഗ്നി. ബേസിക്കലി നമ്മുടെ ഫയർഫോഴ്സ് അല്ലെങ്കിൽ ഫയർ ബ്രിഗേഡിനുള്ള ട്രിബ്യൂട്ട് പറഞ്ഞിട്ട് ഇറക്കിയ പടമാണ്. ആമസോൺ പ്രൈമിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. നമ്മുടെ സ്കാം 1992 ഹർഷദ് മേഹ്തയിലെ അയാളായിട്ട് അഭിനയിച്ച പ്രതീക് ഗാന്ധിയുടെ പടമാണ്. സോ ഇങ്ങനെ പടം നിങ്ങൾ കണ്ടിട്ടില്ല വെച്ച് നോക്കുക. വിദ്യാബാലനൊക്കെ ആയിട്ട് ദോ ഓർ ദോ പ്യാർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പടമുണ്ട്. അടിപൊളി പടമാണ്. Disney+ ഹോട്ട്സ്റ്റാറിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. നായികയായിട്ട് നമ്മുടെ ജയാമി ഖേറാണ് അഭിനയിച്ചിരിക്കുന്നത്. ആളുടെ ഗൂമർ നല്ല സിനിമയാണ്. അതേപോലെ തന്നെ
2024 വൺ ഓഫ് ദ ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ഫീൽ ഗുഡ് മൂവിയാണ് 8 AM മെട്രോ. സോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. C5ലാണ് പടം അവൈലബിൾ. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, അഗ്നി. അതായത് ഒരു ഫയർഫോഴ്സിലുള്ള ആൾക്കാർ അനുഭവിക്കുന്ന കഷ്ടതകളും അവരുടെ ജീവിതമൊക്കെ നന്നായി പറയുന്ന ഒരു 2 മണിക്കൂറിന്റെ പടമാണ്. ഹിന്ദി ലാംഗ്വേജിൽ മാത്രമാണ് അവൈലബിൾ. ചില സീൻസ് ഒന്നും നമുക്ക് കണ്ടിരിക്കാൻ തന്നെ പറ്റില്ല, അയ്യോ എന്ന് തോന്നും. ചിലതൊക്കെ നമുക്കൊരു സീറ്റ് ഓഫ് ദ എഡ്ജ് ത്രില്ലർ പോലെ തോന്നും. സോ പടം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക.